ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ഡണ്ണിൻ്റെ വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയട്രിയാണ്, ഒരു കവിതയാണ്. അപ്പോൾ ഈ ഒരു കവിതയിലേക്ക് വരുമ്പോൾ ജോൺ ഡൺ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഫാദറൊക്കെയായിട്ട് അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും ഒരു പ്രൈം ഫിഗറായിട്ട് കാണപ്പെടുന്ന വ്യക്തിയാണ് ജോൺ ഡൺ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൈം ഒരു കവിതയായിട്ടുള്ള വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജോൺ ഡണ്ണിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആരായിരുന്നു ജോൺ ഡൺ എന്നുള്ള ഓഥറെ കുറിച്ച് ആദ്യം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് മെറ്റാഫിസിക്കൽ പോയം എന്നുള്ളത്, മെറ്റാഫിസിക്കൽ പോയട്രിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റാഫിസിക്കൽ പോയം ഈ ഒരു 1611 ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രി, ഈ ഒരു പോയം എന്ത് ചെയ്യുന്നത്, എഴുതപ്പെടുന്നത്. മാത്രമല്ല ഇത് എന്ന് പറഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു വൈഫിനുള്ള ഒരു പിന്നെ ഫെയർവെൽ ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ളൊരു വർക്കാണ്. ഇതിൻ്റെ ടൈറ്റിൽ പോലെ തന്നെ അല്ലേ, വെലഡിക്ഷൻ ആണ്. വെലഡിക്ഷൻ പിന്നെ ഫോർബിഡിങ് മോർണിംഗ് എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൻ്റെ വൈഫിനോട് അദ്ദേഹം ഫെയർവെൽ ചെയ്ത് പോകുന്ന സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ള ആൻ മോർ എന്നാണ് വൈഫിൻ്റെ പേര്. അപ്പോൾ ഇവരിൽ നിന്ന് വിട്ടു പോകുന്ന, സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ ഇതിൽ ജോൺ ഡൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ പിന്നെ ഡെപ്തും മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റൊക്കെ ഇതിൽ അത്രയും ഡീപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് പിന്നെ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു പ്രൈം എക്സാമ്പിളായിട്ട് എന്തിപ്പെടുന്നതാണ്, കാണപ്പെടുന്ന ഒരു വാക്ക് കൂടിയാണ്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ലവ്, സെപ്പറേഷൻ, പിന്നെ സ്പിരിച്വൽ കണക്ഷൻ തുടങ്ങിയിട്ടുള്ള തീംസാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഇനി ഈ ഒരു കവിതയുടെ പോയമിൻ്റെ റൈം സ്കീം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എ ബി റൈം സ്കീമിനാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഒരുപാട് മെറ്റാഫിസിക്കൽ കോൺസെപ്റ്റ് ഇതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫിക്കൽ ടോണാണ് പൂർണ്ണമായിട്ടും കവിത ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജോൺ ഡണ്ണിനെ കുറിച്ചൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. ആരായിരുന്നു ജോൺ ഡൺ അല്ലേ? ജോൺ ഡൺ എന്നുള്ള മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒക്കെ ഫാദറായിട്ട് അറിയപ്പെടുന്ന ജോൺ ഡണ്ണിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ജോൺ ഡൺ ആദ്യമായിട്ട് പിന്നെ ലണ്ടനിലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ലണ്ടനിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവോട്ട് കത്തോലിക് ഫാമിലി ആയിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് റിലീജിയസ് പെർസിക്യൂഷൻസ് അല്ലേ, പ്രൊട്ടസ്റ്റൻ്റ് ഇംഗ്ലണ്ടിൽ റെസ്റ്റോറേഷൻ പീരീഡിലാണ് അദ്ദേഹം പിന്നെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പ്രൊട്ടസ്റ്റൻ്റ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പിന്നെ പെർസിക്യൂഷൻസ് എന്ത് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും, അദ്ദേഹം നേരിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡീസ്, ഏർലി വിദ്യാഭ്യാസം നടക്കുന്നത് ഓക്സ്ഫോർഡിലും അതുപോലെ തന്നെ പിന്നീട് കാംബ്രിഡ്ജിലുമാണ്. പിന്നെ മാത്രമല്ല അദ്ദേഹം ലോ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ലോ പഠിക്കുന്നത് ലിങ്കൻസ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ലണ്ടനിലെ ഒരു കോളേജിലാണ് അദ്ദേഹം ലോ പഠനം കരസ്ഥമാക്കുന്നത്. 1590 ജോൺ ഡൺ എന്ത് ചെയ്യുന്നുണ്ട്, ആംഗ്ലിക്കനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗ്ലിക്കനിസത്തിലേക്ക് അദ്ദേഹം കൺവേർട്ട് ചെയ്തു എന്നുള്ളത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലേറ്റർ റിലീജിയസ് പോയട്രീസിന് എന്തായിട്ടുണ്ട്, ഒരുപാട് പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി മാത്രമല്ല ജോൺ ഡണ്ണിൻ്റെ പിന്നെ അദ്ദേഹം ഹോളി ഓർഡേഴ്സ് എടുക്കുന്നത് അദ്ദേഹം 1615 ഹോളി ഓർഡേഴ്സ് സ്വീകരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊമിനൻറ്റ് പ്രീച്ചറായിട്ട് മാറുന്നുണ്ട്. ഇതിന് ശേഷം ഡീൻ ഓഫ് സെൻറ്റ് പോൾ കത്തീഡ്രൽ ആയിട്ടാണ് അദ്ദേഹം 1621 അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള ഒരു ആൾ കൂടിയായിരുന്നു ജോൺ ഡൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ കൂടെ തന്നെ റിലീജിയസ് ഒരു പോയട്രിയും അദ്ദേഹത്തിൻ്റെ സെർമൺസും ഒക്കെ നമുക്ക് വളരെ ഫേമസ് ആണ്. അദ്ദേഹം 1631 മരിക്കുന്നത്. പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലവ് പോയംസ് ആണ് ആദ്യം പറയുന്നത്. ദ ഫ്ലീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് അദ്ദേഹം എഴുതുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ വെലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്, അതുപോലെ തന്നെ സൺ റൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കൊക്കെ ജോൺ ഡൺ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലവ് പോയംസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രണയിനി, അദ്ദേഹത്തിൻ്റെ ആൻ മോർ എന്നുള്ള വൈഫിനോടുമായിട്ട് അവരുമായിട്ട് പിന്നെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് എഴുതപ്പെട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ. മാത്രമല്ല ഹോളി സൊണറ്റ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹോളി സൊണറ്റ്സ് ആണ് ഡെത്ത്, ബി നോട്ട് പ്രൗഡ്, പിന്നെ അതുപോലെ തന്നെ ബാറ്റർ മൈ ഹേർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർക്കുകൾ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെർമൺസ് വളരെ ഫേമസ് ആയിരുന്നു. ഫേമസ് സെർമൺസ് ആൻഡ് മെഡിറ്റേഷൻസ്, മാത്രമല്ല ഇൻക്ലൂഡിങ് പിന്നെ മെഡിറ്റേഷൻ നോ മാൻ ഈസ് എൻ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്രോസിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആക്കി നിലനിർത്തുന്ന ഘടകങ്ങൾ. ഇനി നമ്മൾ ഈ ഒരു പോയട്രിയിലേക്ക് വരികയാണ്. വെലഡിക്ഷനിലേക്ക് വരുമ്പോൾ വെലഡിക്ഷൻ്റെ ആദ്യത്തെ സ്റ്റാൻസ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ അദ്ദേഹം തുടങ്ങുന്നത് ഈ ഒരു സെപ്പറേഷൻ ആണല്ലോ, തൻ്റെ വൈഫിൽ നിന്ന് വിട്ടു പോവാണ്. അപ്പോൾ ആസ് virtuous men pass mildly away and whisper to their souls to go, while some of their sad friends do say, the breath goes now and some say no. അപ്പോൾ ഏറ്റവും തുടക്കത്തിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ ഒരു സെപ്പറേഷനെ അദ്ദേഹം വിട്ടു പോകുന്നതിനെ, ഈ ലവേഴ്സിൻ്റെ ഈ ഒരു സെപ്പറേഷൻ അദ്ദേഹം ഒരു പീസ്ഫുൾ ഡെത്ത് ഓഫ് വിർച്വസ് മാനോട് കമ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരാളുടെ ഒരു മരണം സംഭവിക്കുന്നത്, ഭയങ്കര വിർച്വസ് ആയിട്ടുള്ള ഒരാളുടെ മരണം സംഭവിക്കുന്നത് പോലെയാണ് അദ്ദേഹം തൻ്റെ വൈഫിൽ നിന്ന്, തൻ്റെ ലവറിൽ നിന്ന് വിട്ടു പോകുന്നതിന് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. കാരണം ഈ ഒരു വിർച്വസ് മാൻ്റെ മരണം എന്ന് പറയുമ്പോൾ അത് വളരെ ശാന്തമായിട്ടായിരിക്കും, വളരെ കാംലി ആയിരിക്കും. അതിൽ ഫിയറോ സ്ട്രഗിളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വിർച്വൽ അത്രയും ഉന്നതി
ഇതിലെത്തിയ ആളുകളാണ്. അപ്പോൾ ഇതുപോലെയാണ് ജോൺ ഡൺ ആർഗ്യൂ ചെയ്യുന്നത്. തൻ്റെ പ്രണയിൽ നിന്ന് താൻ വിട്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള വളരെ കാമായിട്ടുള്ള ഒരു സെപ്പറേഷനാണ്. അത് ഒരുപാട് ഫിയറോ അല്ലെങ്കിൽ സ്ട്രഗിളോ അല്ലെങ്കിൽ ഒച്ചപ്പാടോ ഒന്നും ഉണ്ടാക്കേണ്ട സംഭവമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൗഡ് മോർണിംഗ് ഒരിക്കലും അവിടെ കൊണ്ടുവരരുത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മോർണിംഗ് ഒക്കെ സംഭവിക്കുന്നത് എവിടെയാണ്? അത് ഈ എക്സസീവ് ഡിസ്പ്ലേസ് ആണ് അല്ലേ? പക്ഷേ നമ്മുടെ ഈ ഒരു പ്രണയത്തിൽ അതൊന്നും ആവശ്യമില്ല എന്നാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോഴോ, സോ ലെറ്റസ് മെൽറ്റ് ആൻഡ് മേക്ക് നോ നോയ്സ്, നോ ടിയർ ഫ്ലഡ്സ് നോർ സൈ ടെമ്പസ്റ്റ് മൂവ്, ട്വയർ പ്രൊഫനേഷൻ ഓഫ് അവർ ജോയ്സ് ടു ടെൽ ദ ലാലിറ്റി ഓഫ് അവർ ലവ്. രണ്ടാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ജോൺ ഡൺ വീണ്ടും ഈ ഒരു പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് ജോൺ ഡൺ പറയുന്നത് വൈഫിനോട് അദ്ദേഹം പറയുന്നത് എന്താ, ടു ലെറ്റ് ദെയർ പാർട്ടിങ് ബി ക്വൈറ്റ്. തങ്ങളുടെ ഈ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അത് വളരെ ക്വൈറ്റായിരിക്കണം. എങ്ങനെ? ക്വൈറ്റ് ആൻഡ് കാം ആയിരിക്കണം ഈ ഒരു സെപ്പറേഷൻ. ലൈക്ക് ദ മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ശബ്ദം കേൾക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ അത്രയും സോഫ്റ്റായിട്ട് അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടായിരിക്കണം തങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ സംഭവിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഡിസ്മിസസ് ഒരുപാട് പിന്നെ എക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്വേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഓഫ് ഇമോഷനെ അദ്ദേഹം നിരാകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ടിയർ ഫ്ലഡ്സ് എന്ന് കാണാൻ അതാണ് പറയുന്നത്. ടിയർ ഫ്ലഡ്സും അതുപോലെ തന്നെ സൈ ടെമ്പസ്റ്റും, ഈ രണ്ട് വാക്കുകൾ എന്ന് പറഞ്ഞാൽ അത്രയും മീനിങ് അടങ്ങിയിട്ടുള്ള മെറ്റാഫിസിക്കൽ പോയിട്ടിയുടെ ആ മൂർത്തി ഭാവം കാണിക്കുന്ന വാക്കുകളാണ്. അതായത് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരുപാട് പിന്നെ കരച്ചിലുകളും പിഴിച്ചിലുകളും അതൊന്നും ആവശ്യമില്ല. നമ്മൾ ലവ് എന്ന് പറഞ്ഞാൽ വളരെ സാക്രഡ് ആണ്. അതുകൊണ്ട് വളരെ പിന്നെ പീസ് ആയിട്ടുള്ള ഒരു പിന്നെ പബ്ലിക് ഒരു പ്രൊഫനേഷൻ ആണ്. അതൊന്നും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് പ്രൊഫനേഷൻ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്പ്ലേസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വളരെ ശാന്തമായിട്ടുള്ള ഒരു സെപ്പറേഷനാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റാൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, മൂവിങ് ഓഫ് ദ എർത്ത് ബ്രിങ്സ് ഹാം ആൻഡ് ഫിയേഴ്സ്, മെൻ റെക്കൺ വാട്ട് ഇറ്റ് ഡിഡ് ആൻഡ് മെന്റ്, but trepidation of the spheres, though greater far, is innocent. മൂന്നാമത്തെ ഒരു സ്റ്റാൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹം വീണ്ടും ഇതിനെ എലാബറേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ജോൺ ഡൺ പറയുന്നത് എന്താ, എർത്തിലി ഫിസിക്കലി ഡിസ്റ്റർബൻസസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം എർത്ത് ക്വേക്കിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അല്ലേ. ഈ എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ എന്താ, എർത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസസ് ആണ്. അതിൻ്റെ ശബ്ദങ്ങൾ, ഫിസിക്കൽ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതേസമയം ഈ ഒരു സെലസ്റ്റിയൽ മൂവ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ സ്ഫിയേഴ്സ് അല്ലേ, ആകാശത്തുള്ള ട്രെപ്പിഡേഷൻ ഓഫ് ദ സ്ഫിയേഴ്സ്, ആകാശത്തുള്ള സ്ഫിയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ മൂവ്മെൻറ്റാണ്. പക്ഷേ അത് ഒരു ശബ്ദമില്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ അതേസമയം ഭൂമിയിലേക്ക് വരുമ്പോൾ എർത്ത് ക്വേക്സ് അല്ലേ, എർത്തിൽ നടക്കുന്ന ഈ ഒരു പിന്നെ ടെക്ടോണിയൽ ഒരു പ്ലേറ്റ്സിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ശബ്ദം സ്പിയറുകൾ ഉണ്ടാക്കുന്ന ശബ്ദത്തേക്കാൾ വലിയ ശബ്ദമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഫിസിക്കൽ ഡിസ്റ്റർബൻസസ് എർത്ത് ക്വേക്കിനൊക്കെ പോലുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അതേസമയം അതിനേക്കാൾ വലിയ ശബ്ദമാണ്, അതിനേക്കാൾ വലിയ സംഭവമാണ് ആകാശത്ത് നടക്കുന്ന സ്പിയറുകളുടെ ഈ ഒരു ട്രെപ്പിഡേഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതെന്താണ്, അത് അത്രയും ഒരു ചാവോസും ഫിയറൊന്നും ഉണ്ടാക്കാതെ വളരെ സോഫ്റ്റായിട്ട് വളരെ കാമായിട്ടാണ് ക്വൈറ്റായിട്ടാണ് ആകാശത്ത് നടക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് തങ്ങളുടെ പ്രണയം എന്നാണ് ഈ സെപ്പറേഷൻ എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ആ ആകാശത്ത് നടക്കുന്ന സ്പിയറുകളുടെ സെപ്പറേഷനെ പോലെയാണ് തൻ്റെ വൈഫിൻ്റെയും സെപ്പറേഷൻ ആവേണ്ടത് എന്നാണ് ജോൺ ഡൺ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ നോക്കൂ, ഡൾ സബ്ലിമിനറി ലവേഴ്സ് ലവ് whose soul is sense cannot admit absence because it doth move those things which elemented it. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നാലാമത്തെ സ്റ്റാൻസിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ, ജോൺ ഡൺ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഫിസിക്കൽ ലവിനെയാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫിസിക്കൽ ലവിനെ, വെറും ശരീരങ്ങൾ മാത്രം തമ്മിലുള്ള ഈ ഒരു പ്രണയത്തെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ, അതിന് അദ്ദേഹം വിളിക്കുന്നത് എന്താ, ഡൾ സബ്ലിമിനറി എന്നാണ് വിളിക്കുന്നത്. അതായത് എർത്ത്ലി ലവ് ആണ് അല്ലേ, അത് വെറും എർത്തലി ആൻഡ് ബിനീത്ത് ദ മൂൺ ആയിട്ടുള്ള പ്രണയമാണ്. നമ്മൾ ഈ ഒരു ഭൂമിയിൽ കാണുന്ന ഫിസിക്കൽ ലവിനെയാണ് അദ്ദേഹം ആ ഒരു ടേം വെച്ച് വിളിക്കുന്നത് ശ്രമിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രണയം, ഇദ്ദേഹത്തിൻ്റെയും വൈഫിൻ്റെയും പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയപരമായിട്ടുള്ളൊരു പ്രണയമാണ്. ഈ എർത്തലി പ്രണയങ്ങളുടെ പ്രശ്നം എന്താ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെൻസറി എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ നമുക്ക് കാണലും കേൾക്കലും ടച്ച് ചെയ്യലും അതൊക്കെയാണ് അതിൽ ആവശ്യമായിട്ട് വരുന്നത്. ആ ആബ്സെൻസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾ വിട്ടുപോയി കഴിഞ്ഞാൽ അത് ഡെസ്ട്രോയ് ആയി പോകും, അത് നശിച്ചു പോകും. പക്ഷേ ഇതേ സമയം ജോൺ ഡണ്ണിൻ്റെയും തൻ്റെ വൈഫിൻ്റെയും പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫിസിക്കലി പ്രസൻസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പ്രണയമാണ്, അത് ആത്മീയപരമായിട്ടുള്ള പ്രണയമാണ് എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നാലാമത്തെ സ്റ്റാൻസയിൽ. ഇനി അടുത്തൊരു സ്റ്റാൻസയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ സ്റ്റാൻസയിലേക്ക് നോക്കൂ, ബട്ട് വി ബൈ അലൗ സോ മച്ച് റിഫൈൻഡ് ദാറ്റ് അവർ സെൽവ്സ് നോ നോട്ട് വാട്ട് ഇറ്റ് ഈസ്, ഇൻഡർ അഷ്വേർഡ് ഓഫ് ദ മൈൻഡ്, കെയർലെസ് ഐസ് ലിപ്സ് ആൻഡ് ഹാൻഡ്സ് ടു മിസ്. അപ്പോൾ ഈ ഒരു പ്രണയം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താ, തൻ്റെ വൈഫുമായിട്ടുള്ള ഈ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യാണ് ദ പ്യൂരിറ്റി ഓഫ് ദെയർ ലവ്. തൻ്റെയും ആൻമോറിൻ്റെയും ഇടയിലുള്ള പ്രണയം അത് പ്രണയത്തിൻ്റെ അത്രയും പ്യൂരിഫൈഡ് ആയിട്ടുള്ള പ്രണയമാണ്, റിഫൈൻഡ് ആയിട്ടുള്ള പ്രണയമാണ്. അപ്പോൾ അതിൽ എന്താവശ്യമില്ല, ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസസ് ഒന്നും ആവശ്യമില്ല.
അത് സ്പിരിച്വലാണ്, മാത്രമല്ല അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ട്രസ്റ്റാണ്, പരസ്പരമുള്ള വിശ്വാസമാണ്, കണക്ഷനാണ് അവരുടെ മൈൻഡുകൾ തമ്മിലുള്ള. അപ്പോൾ അത് നമ്മളെ ഫിസിക്കലി നമ്മുടെ ഇൻട്രാക്ഷൻ ആവശ്യമില്ല, ഐസോ ലിപ്സോ ഹാൻഡ്സോ ഒന്നും കണ്ടുമുട്ടേണ്ട, ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല, അതിനപ്പുറത്ത് നിൽക്കുന്ന പ്രണയമാണ് എന്നാണ് ജോൺ ഡൺ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ അടുത്തൊരു സ്റ്റാൻസയിലേക്ക് പോകുമ്പോൾ 6ാമത്തെ സ്റ്റാൻസയിൽ എന്താണ് പറയുന്നത്? അവർ two souls therefore which are one, though I must go enter not yet a breach, but an expansion like gold to airy thinness beat. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജോൺ ഡണ്ണിൻ്റെ ഈ ഒരു മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വന്നിട്ടുള്ള വളരെ വലിയ ഒരു കമ്പാരിസൺ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ തങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൈഫിൻ്റെയും തൻ്റെയും പ്രണയത്തെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അവരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അത് യുണൈറ്റഡ് ആസ് വൺ, അതൊന്നുപോലെ അത് ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള ഒരു ഏകത്വത്തിൽ നിൽക്കുന്ന സംഭവമാണ്. അതൊരിക്കലും ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല ഇവിടെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ലൈക്ക് ഗോൾഡ്, അത് സ്വർണ്ണത്തെ പോലെയാണ്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് അടിച്ചടിച്ച് എത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, എത്രയും തിന്ന് ലെവലിൽ അത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും, പരത്തി വളരെ നേരിയ രീതിയിൽ അതിനെ പരത്തി എടുക്കാൻ പറ്റും, ബ്രേക്ക് ചെയ്യാതെ അതിനെ പരത്തി എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് തങ്ങളുടെ പ്രണയം. എത്ര സെപ്പറേറ്റ് ആയി കഴിഞ്ഞാലും അതൊരിക്കലും ബ്രേക്കായി പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അതെന്തുപോലെയാണ്? ഗോൾഡ് പോലെയാണ്. അതിൻ്റെ എക്സ്പാൻഷൻ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അതിനെ ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മെറ്റാഫർ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു മെറ്റാഫിസിക്കൽ പോയട്രിയുടെ കൺസെപ്റ്റിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നത് എന്താ? ഇഫ് ദേ ബി ടു ദേ ആർ ടു, സോ ആസ് സ്റ്റിഫ് ട്വിൻ കോമ്പസസ് ആർ ടു, ദ സോൾ ദ ഫിക്സഡ് ഫുട്ട് മേക്സ് നോ ഷോ ടു മൂവ് ബട്ട് ദോസ് ഇഫ് ദ അതർ ഡു. ഇതിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നോക്കൂ, ജോൺ ഡൺ വീണ്ടും തൻ്റെ പ്രണയത്തിനെ കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തൻ്റെ പ്രണയം എന്തുപോലെയാണ്? കോമ്പസ് മെറ്റാഫർ അദ്ദേഹം യൂസ് ചെയ്യുകയാണ്, ദ ഫേമസ് കോമ്പസ് മെറ്റാഫർ. ജോൺ ഡണ്ണിൻ്റെ കവിതയിൽ നമ്മൾ കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ വലിയൊരു മെറ്റാഫറാണ് കോമ്പസ് മെറ്റാഫർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഏറ്റവും വളരെ മൂർത്തി ഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മെറ്റാഫറാണിത്. കാരണം അദ്ദേഹം പറയുന്നത് എന്താ? അവരുടെ ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ അത് രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ് എന്നുണ്ടെങ്കിലും അത് രണ്ടും ഇൻസെപ്പറബിളി ലിങ്ക്ഡ് ആണ്. അതൊരിക്കലും നമുക്ക് വേർതിരിച്ച് അതിനെ ദൂരത്താക്കാൻ പറ്റാത്ത രീതിയിൽ അത് ലിങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന സംഭവമാണ്. കാരണം അതെന്തുപോലെയാണ്? ആസ് ടു ലെഗ്സ് ഓഫ് കോമ്പസിൻ്റെ 2 കാലുകൾ പോലെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ അത് ഫിക്സ്ഡ് ലെഗാണ് കോമ്പസിൻ്റെ. അതേസമയം അദ്ദേഹം എന്താണ്? മൂവിങ് അറൗണ്ട് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോമ്പസിൻ്റെ മറ്റേ ലെഗാണ്, കാലാണെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം കോമ്പസ് എന്ന് പറയുമ്പോൾ കോമ്പസിൻ്റെ ആ ഒരു പിക്ചർ നോക്കിയാൽ മതി അല്ലേ? നമുക്ക് ആ കോമ്പസിൻ്റെ 2 ലെഗ്സാണ് ഉണ്ടാവുക. ഒന്ന് ഫിക്സ്ഡ് ആയിട്ട് സെൻറ്ററിൽ നിൽക്കുന്നുണ്ടാവും, മറ്റൊന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് ആ ഒരു ഫിക്സ്ഡ് ലെഗായിട്ടും അദ്ദേഹം ആ ഒരു മൂവിങ് ലെഗായിട്ടുമാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജോൺ ഡൺ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ വലിയൊരു കമ്പാരിസൺ ഇവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് വരുമ്പോഴോ വീണ്ടും ഈ കോമ്പസ് മെറ്റാഫർ കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ്, yet when the other far doth roam, it leans and hearkens after it and grows erect as that comes home. ഈ ഒരു കോമ്പസ് മെറ്റാഫർ അദ്ദേഹം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? കോമ്പസ് മെറ്റാഫറെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു ഫിക്സഡ് ലെഗ്, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഫിക്സഡ് ലെഗ്. ആ ഫിക്സഡ് ലെഗ് എന്നുള്ളത് ലീൻസ് ടുവാർഡ് ദ മൂവിങ് ലെഗ്. അത് എപ്പോഴും എന്താണ്? ഈ ഒരു മൂവിങ് ലെഗിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ലീൻ ചെയ്തുകൊണ്ട് അതിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്കിതിനെ കാണാൻ പറ്റുന്നത്. അതായത് ജോൺ ഡണ്ണിലേക്ക് അതിങ്ങനെ എപ്പോഴും വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഇറ്റ് സ്ട്രൈസ് ബട്ട് റിമെയിൻസ് അപ്രൈറ്റ്. പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സഡ് ലെഗ് ഇങ്ങനെ അവിടെ സ്റ്റഡിയായി നിൽക്കുന്നത് കൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്? ഈ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലെഗിന് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റുന്നത്. മാത്രമല്ല ഇത് എന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ഈ ഒരു ജോൺ ഡണ്ണിൻ്റെ വൈഫിൻ്റെ ലൊയാലിറ്റിയും അതുപോലെ തന്നെ അവരുടെ കോൺസ്റ്റൻസിയും അതുപോലെ തന്നെ അവരുടെ ആൻറ്റിസിപ്പേഷനുമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ജോൺ ഡൺ റോം ചെയ്യുന്ന ജോൺ ഡൺ തിരിച്ചു വരാനുള്ള ആ ഒരു ആഗ്രഹത്തെയാണ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിൽ കാണാൻ പറ്റുന്നത്. മാത്രമല്ല ലാസ്റ്റ് 9ാമത്തെ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ ഇതിലേക്ക് മൂവി നമ്മൾ വീണ്ടും ഈ ഒരു കോമ്പസ് മെറ്റാഫർ കാണുന്നുണ്ട്. സച്ച് wilt thou to be to me who must like the other foot obliquely run, thy firmness make my circle just and makes me end where I began എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കോമ്പസ് മെറ്റാഫർ വീണ്ടും കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ജോൺ ഡൺ? അദ്ദേഹം പറയാണ് ഇവരുടെ ഈ ഒരു പ്രണയം വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു ജോൺ ഡണ്ണിൻ്റെ വൈഫ് ഇവരുടെ ഈ ഒരു സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ആണ്. അവരെത്ര ലോയലാണ്, എത്ര സ്റ്റഡി ആയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. കാരണം ഈ ഒരു ത്രൂ ഔട്ട് ദ ജേണി ജോൺ ഡൺ ഓരോ സ്ഥലത്തും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യുന്നത് ആരാ? അതിനെ മീനിങ് ഫുൾ ആക്കുന്നത് ആരാ? തൻ്റെ വൈഫാണ്. കാരണം ഈ ഒരു വൈഫ് അവിടെ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്, അവർ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് എപ്പോഴും ജോൺ ഡണ്ണിന് എപ്പോഴും എന്ത് ചെയ്യുന്നത് തിരിച്ച് എവിടെ നിന്നാണ് യാത്ര തുടങ്ങി അവിടേക്ക് തന്നെ തിരിച്ച് മടങ്ങാൻ വേണ്ടി
വേണ്ടിയിട്ടുള്ള ആ ഒരു ത്വര വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻമൂറിലേക്ക് എപ്പോഴും മടങ്ങി വരാനുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാക്കുന്ന തരത്തിലാണ് ജോൺ ഡൺ എന്ത് ചെയ്യുന്നത് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് സൈക്ലിക്കൽ ആൻഡ് എറ്റേണൽ നാച്ചർ ഓഫ് ദെയർ ലവ് ആണ് നമുക്ക് ഈ മെറ്റാഫർ എന്നുള്ള ഈ ഒരു കോമ്പസ് മെറ്റാഫറിലൂടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലെഗിലേക്ക് എപ്പോഴും മടങ്ങിയെത്താനുള്ള ഒരു വെമ്പലാണ് ജോൺ ഡണ്ണിന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഈ ജോൺ ഡണ്ണിൻ്റെ വൈഫിൻ്റെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ്സിനെയും മാത്രമല്ല അവരുടെ ലോയാലിറ്റിയും എന്ത് ചെയ്യുന്നതാണ് സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ജോൺ ഡൺ എന്ത് ചെയ്യുന്നത് ദ ഫേമസ് കോമ്പസ് മെറ്റാഫർ എൻഡ് ചെയ്യുന്നത്. തൻ്റെ 3 സ്റ്റാൻസയിലും അദ്ദേഹം ഇതിനെക്കുറിച്ചാണ് തൻ്റെ പ്രണയമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഒരുപാട് കമ്പാരിസൺസ് ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ തീമിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഇതിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള തീംസ് എന്ന് പറയുമ്പോൾ ഒന്ന് സ്പിരിച്വൽ ലവ് ആണ്, ആത്മീയപരമായിട്ടുള്ള പ്രണയമാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത്തത് സെപ്പറേഷൻ ആൻഡ് യൂണിറ്റി അല്ലേ, അദ്ദേഹം തൻ്റെ വൈഫുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനെക്കുറിച്ചും തിരിച്ച് യൂണിഫൈഡ് ആവുന്നതിനെക്കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ട്രാൻസെൻഡൻസ് ഓഫ് ഫിസിക്കൽ ലവ് അല്ലേ, ഫിസിക്കൽ ലവ് എന്നുള്ളത് അതൊന്നുമല്ല, അത് വെറും എർത്തിലി ഭൗമികമായിട്ടുള്ള ഒരു പ്രണയം മാത്രമാണ് എന്നും അതിനപ്പുറമായിട്ട് സ്പിരിച്വൽ ആയിട്ടുള്ള പ്രണയമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് ജോൺ ഡൺ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമേജറീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ലൈൻസ് ഒക്കെ നോക്കാം. ആസ് വിർച്വസ് മെൻ പാസ് മൈൽഡ്ലി അവേ, ഏറ്റവും തുടക്കത്തിൽ നമ്മൾ കണ്ട ഒരു ഇമേജറി ആണല്ലേ, ഒരു വിർച്വസ് ആയിട്ടുള്ള ഒരു ആൾ മരിച്ചു പോകുന്നത് പോലെയാണ് സെപ്പറേഷൻ, അത്രയും കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റാൻസ 3-4 കൊണ്ടുവരുന്ന ഡൾ സബ്ലിനറി ലോവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജറി, അതുപോലെ തന്നെ ഗോൾഡ് എന്നുള്ള മെറ്റാഫർ അല്ലേ, ഗോൾഡ് എത്ര അടിച്ചടിച്ചടിച്ച് നമുക്കത് തിന്നാക്കി കഴിഞ്ഞാലും അത് ബ്രേക്ക് ചെയ്യാതെ പോകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത് ഫേമസ് കോമ്പസ് മെറ്റാഫർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇമേജറീസ് ആണ് അദ്ദേഹം ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഏറ്റവും വളരെ വലിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു പോയട്രിയാണ്, ഒരു കവിതയാണ് വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിത. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.